ഈ കേസിൻ്റെ ആദ്യത്തെ അന്വേഷണം നടത്തിയ ഞാനാണ്. പിന്നെ ഈ രണ്ടാമത് ഇതിൽ SC/ST അട്രോസിറ്റി വിടുമ്പോഴത്തേക്ക് ഒരു DSPയുടെ അന്വേഷണം ഉള്ളതുകൊണ്ട് സുൽഫിക്ക സാറാണ് അന്ന് ഈ കേസ് അന്വേഷിച്ച് ചാർജ് കൊടുത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 11-ാം തീയതി റിപ്പോർട്ട് ചെയ്ത കേസ് 20-ാം തീയതിക്കകത്ത് 11 പ്രതികളെ അറസ്റ്റ് ചെയ്ത് നമ്മൾ അന്വേഷണത്തിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് 88-ാമത്തെ ദിവസം ചാർജ് കൊടുത്തതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഈ കേസ് ഈ പറഞ്ഞതുപോലെ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലുള്ളൊരു കേസായതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് തന്നെ നമ്മുടെ ADGPയുടെ അവിടെ നിന്ന് തന്നെ ഒരു ഓർഡറാക്കിയിട്ട് ഞാനടക്കം ഈ ഷാബു, ഇർഷാദ്, അതുപോലെ തന്നെ നമ്മുടെ DIG നിശാന്തിനി മാഡത്തിൻ്റെ ഒരു നോട്ടത്തിൽ സുൽഫിക്ക സാർ എന്നെ കൂടെ ഈ ടീമിൽ പെടുത്തി പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ത്രൂ ഔട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത് കസ്റ്റോഡിയൽ ട്രയലായിട്ടാണ് ഈ കേസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും മാഡം പറഞ്ഞതുപോലെ ഇതിലെ സാക്ഷികൾ മുൻകാലത്തിൽ ഇവർക്ക് പലർക്കും പല കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു ചരിത്രം ഉള്ളതുകൊണ്ട് അവർ പലരും സാക്ഷി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെച്ചാൽ അവർ സ്വതന്ത്രമായിട്ട് വന്ന് കോടതിയിൽ സാക്ഷി പറയാനുള്ള ഒരു കപ്പാസിറ്റി ഇവർ ഈ കേസിൽ കസ്റ്റഡിയിലായതുകൊണ്ട് ഒരു പരിധിവരെ പോലീസിന് അവർക്കൊരു അസിസ്റ്റൻസ്, അവരുടെ ഒരു പ്രൊട്ടക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് വന്ന് സാക്ഷി പറയാൻ കുറച്ച് പേർക്കെങ്കിലും പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ വിധി പറഞ്ഞതുപോലെ സമൂഹത്തിന് തന്നെ മൊത്തത്തിൽ ഒരു നല്ല സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വിധിയായിട്ട് കാണുന്നു. വളരെ സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി നമ്മുടെ ഹോൾ പോലീസ് ടീം, ഇത് ഈ കേസിൻ്റെ അന്വേഷണം, അതായത് ഈ കേസ് നടന്ന ആ സമയത്ത് പോത്തൻകോട് സ്റ്റേഷൻ മാത്രമല്ല, റൂറൽ പോലീസ് മധുസാറായിരുന്നു നമ്മൾ അന്നത്തെ SP, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഹോൾ ടീം നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് ഇൻവെസ്റ്റിഗേഷൻ്റെ സൈഡിൽ. അതിനുശേഷം നമ്മുടെ എല്ലാ മേലുദ്യോഗസ്ഥരുടെയും എല്ലാവിധ നിരീക്ഷണങ്ങളും സപ്പോർട്ടോടും കൂടിയാണ് ഇതുവരെ എത്തിയത്. ഈ 3 വർഷമായിട്ട് നമ്മൾ വളരെയധികം ഈ കേസിൽ ഈ വിധിയിലോട്ട് എത്തിക്കാൻ വേണ്ടി ഹോൾ ടീം, പ്രത്യേകിച്ച് നമ്മുടെ SP സുൽഫിക്ക സാറ് നേരിട്ട് തന്നെയാണ് ഈ കേസിൻ്റെ വിചാരണയുടെ എല്ലാ ഘട്ടത്തിലും ഇടപെട്ടിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഗീനാകുമാരി മാഡത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റും വളരെയധികം ഡെഡിക്കേഷനായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനും ആണ് ഈ കേസിനെ ഈ രീതിയിൽ നമുക്ക് ശിക്ഷിച്ചെടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ 3-ാം പ്രതിയെ തിരഞ്ഞു പോകുമ്പോൾ പോലീസിന് തന്നെ അതെ, അങ്ങനെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഒരു പ്രതി ഇതിലെ ഒട്ടകലാഷിനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും തീർച്ചയായിട്ടും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ ഭാവം കൂടി ഇതിലുണ്ട്. അവർക്കും കൂടെ ഈ ഒരു വിധി നമ്മൾ സമർപ്പിക്കും.